എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ ആ രോഗങ്ങൾ ശിഫയാകാൻ കാരണമാകുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിവ്യൌഷധമുണ്ട്. ഇതിൽ ഷിഫ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഫലമൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. നല്ല വിശ്വാസത്തോടു കൂടെ ഉപയോഗിക്കണം. നമ്മൾ ഇന്ന് പറയുന്നത് തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന് വിവിധ വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ ഫീഹി ഷിഫ ഉല്ലിന്നാസ്, ജനങ്ങൾക്ക് ഔഷധമുണ്ട്, ശമനാഔഷധമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തേനിനെ കുറിച്ചാണ്. തേന് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ച ഏതു രോഗങ്ങളും ശിഫയാകാൻ കാരണമാകും. കാരണം എന്താ? അത് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കലാമാണ്. രണ്ടാമത്തത്, ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിര് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേക്കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹദീസുകളിലൊക്കെ നമുക്കത് കാണാവുന്നതാണ്, മുത്തുനബി തങ്ങൾ പറഞ്ഞതായിട്ട്. അപ്പോൾ ആ തേനിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി നമ്മളിവിടെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ശുദ്ധമായ തേന്, മായം കലരാത്ത ശുദ്ധമായ തേൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്പർ കാണിക്കും. ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മളത് ഡെലിവറി ചെയ്തു തരും എന്നുള്ളത് അറിയിക്കണം. നമ്മൾ കേരളത്തിനകത്തും പുറത്തൊക്കെ ഇത് ഡെലിവറി ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്ന് നമുക്ക് ആ തേനിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപകാരങ്ങളെക്കുറിച്ചും ആത്മാർത്ഥമായിട്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് അതൊക്കെ കൃത്യമായി ചേർത്ത് വെക്കുകയും ചെയ്യാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് എപ്പോഴും പറയേണ്ടി വരുന്നത്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന കിട്ടും. അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ സമയത്തിന് തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിലെ 69-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു ഫീഹി ഷിഫാഉൽ ലിന്നാസ്. തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന് വരുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള മുഖ്തലിഫുൻ അൽവാനു, ആ ഒരു പുറപ്പെടുന്ന തേന്, അതിൽ ഫീഹി ഷിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ദിവ്യൌഷധമുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഷിഫ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിന് ഒരു നിലക്കും നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല. കാരണം ആ സംശയം സൂറത്തുൻ നഹലിലെ 69-ാമത്തെ ഈ ആയത്ത് കൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇനിയിപ്പോൾ അതിലുള്ളത് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ പലപ്പോഴും ശുദ്ധമായ തേനെന്ന് പറഞ്ഞ് ലഭിക്കുന്നത് ശുദ്ധമായ തേനല്ല. നമ്മളിവിടെ വളരെ വിശ്വാസത്തോടുകൂടെ നിങ്ങൾക്ക് ഏത് ലാബിൽ പോയിട്ടും അത് ടെസ്റ്റ് ചെയ്യാം. ശുദ്ധമായ തേനാണ് നമ്മൾ ഇവിടുന്ന് നൽകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റയുടെ ID കൊടുത്തിട്ടുണ്ട്, അവിടെയും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറയുന്നുണ്ട്, തേനിൽ ഔഷധമുണ്ട്, അത് നമ്മൾ ഏത് രോഗങ്ങൾക്കും ഷിഫയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന്. ഇനി നോക്കൂ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആധികാരികമായ ഗ്രന്ഥം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഇങ്ങനെയാണ്: അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാന അഹബ്ബ ശറാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അസൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം അത് തേനായിരുന്നു, അസലായിരുന്നു. അസൽ എന്നാണ് അറബിയിൽ പറയുക, തേനായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. ഹബീബായ തങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്കും ഇഷ്ടമുണ്ടാവണം, അങ്ങനെയല്ലേ?
നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കിഷ്ടമുള്ളത് നമുക്കും ഇഷ്ടമുണ്ടാവണം എന്നാണല്ലോ. അപ്പോൾ നബിതങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്കും ഇഷ്ടമുണ്ടാവണം, നമുക്കും ഇഷ്ടത്തോടു കൂടെ അത് ഉപയോഗിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കൂ, ഇബ്നു മാജയും ബൈഹഖിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലഅഖൽ അസല സലാസ ഗദവാത്തിൻ ഫീ കുല്ലി ശഹർ ലം യുസിബുഹു അളീമും മിനൽ ബലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരാണോ മൻ ലഅഖൽ അസല സലാസ ഗദവാത്ത്, ആരാണോ 3 ദിവസം മാസത്തിൽ, ഫീ കുല്ലി ഷഹർ മാസത്തിൽ 3 ദിവസം തേൻ കഴിക്കുന്നത് പ്രഭാതത്തിൽ, അവരെ ലം യുസിബുഹു അളീമും മിനൽ ബലാ, മാരകമായ ഒരു രോഗവും പിടികൂടുകയില്ല, അവന് ബാധിക്കുകയില്ല, അവന് അങ്ങനത്തെയുള്ള മുസീബത്ത് സംഭവിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നു, ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ പ്രശസ്തമായ ഹദീസാണ്, നമുക്കൊക്കെ അറിയാം. ഇനി നിങ്ങൾ പറയൂ, വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ തെളിവായിട്ട് ആയത്ത് പറഞ്ഞു, രണ്ടാമത്തെ ബുഖാരിയുടെ ഹദീസ് പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഇബ്നു മാജയും ബൈഹഖിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു. ഇതിലൊക്കെ തേനുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പം 3 ദിവസം മാസത്തിൽ 3 ദിവസമെങ്കിലും മാസത്തിൽ പ്രഭാതത്തിൽ തേൻ കഴിച്ചാൽ അവനക്ക് മാരകമായ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും പേടിച്ചുകൊണ്ട് ജീവിക്കല്ലേ, നമുക്കിത് വലിയൊരു പരിഹാരമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദിർഹമുൻ ഹലാലുൻ യശ്തരി ബിഹി അസലൻ വയശ്റബു ബിമാഇൽ മത്വർ ശിഫാഉം മിൻ കുല്ലി ദാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഞാനിതിൻ്റെ ആശയം ശരിക്കും പറഞ്ഞുതരാം. ഹലാലായ വരുമാനം ഉപയോഗിച്ച്, സമ്പത്ത് ഉപയോഗിച്ച് ശുദ്ധമായ നല്ല തേൻ വാങ്ങിയിട്ട് അത് വയശ്റബു ബിമാഇൽ മത്വർ, അത് മഴവെള്ളത്തിനോട് ചേർത്ത് കുടിക്കുന്നത്, അത് ഷിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങളെ തൊട്ടും ഷിഫയാണെന്ന് പറയുന്നതായിട്ട് കാണാം. അപ്പം നിങ്ങൾ നോക്കൂ, തേൻ ഉപയോഗിച്ചാലുള്ള ഷിഫ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേൻ ചേർത്ത് 1 കപ്പ് വെള്ളം എല്ലാ ദിവസവും വെറും വയറ്റിൽ കഴിച്ചിരുന്നുവെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്ക് ഇത്തരം അമലുകളൊക്കെ കാണാവുന്നതാണ്. ഈ മുറിവ് പോലെയുള്ള എന്തെങ്കിലും, ശരീരത്തിൽ എന്തെങ്കിലും മുറിവൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ മുറിവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ശിഫ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തേൻ പ്രയോഗിക്കുമായിരുന്നു. പൊള്ളലുണ്ടാകുമ്പോൾ ഈ ഇങ്ങനെ ഒരു പൊള്ളലൊക്കെ അങ്ങനെ വരില്ലേ, ഒരു കുരു പോലെ ഇങ്ങനെ ഒരു ചലമൊക്കെ ഉണ്ടായിട്ടുള്ള, അതേപോലെ വന്നു കഴിഞ്ഞാൽ അതിൽ തേൻ പുരട്ടാറുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ ശരീരത്തിൻ്റെ തൊലിപ്പുറമെ കാണുന്ന ഇങ്ങനെയുള്ള ഈ രോഗങ്ങൾക്കൊക്കെ തേൻ കൊണ്ട് ചികിത്സിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ മറുപടി എടുത്തതെന്നറിയാം? അള്ളാഹു തേനിൽ ജനങ്ങൾക്ക് ശമനമുണ്ട് എന്ന് പറയുന്നില്ലേ, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന രൂപത്തിലാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി എടുത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത ശരീരത്തിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ തേൻ ഉപയോഗിച്ച് അതിലിങ്ങനെ പുരട്ടിയിട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ കൂടിയവർ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് എന്താ? തേനിൽ ശിഫയുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞത്, തേനീച്ചയുടെ ഉദരങ്ങളിൽ നിന്ന് യഖ്റുജു മിൻ ബുത്തൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനു ഫീഹി ഷിഫാഉൽ ലിന്നാസ് എന്ന് പറഞ്ഞത്. അതിൽ ജനങ്ങൾക്ക് ഷിഫയുണ്ട്. നമ്മളെ ജനങ്ങളിൽ പെട്ടവരല്ലേ, നമുക്കത് ഉപയോഗിക്കാവുന്നത്. തേനിന് ഒരുപാട് ഫലങ്ങളുണ്ട്. ഞരമ്പുകളിലും ആമാശയങ്ങളിലും മാലിന്യങ്ങൾ ദൂരീകരിക്കാൻ തേന് ഫലപ്രദമാണ്. നമ്മുടെ ഞരമ്പുകളിലും വയറ്റിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അത് സേവിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ പ്രായമുള്ളവർക്കുള്ള ഒരുപാട് രോഗങ്ങൾ, ഈ
ഈ ചൂട് കാരണമായിട്ട് വരുന്ന ശീതോയർപ്പവും കാരണമായിട്ട് വരുന്ന രോഗങ്ങൾ, അതേപോലെ കരൾ സംബന്ധമായ രോഗങ്ങൾ, നെഞ്ചുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഈ മൂത്രം ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ ഈ കഫം കൂടുതലുണ്ടാകുന്ന കാരണം കൊണ്ട് വരുന്ന ഈ ചുമയുണ്ടല്ലോ, ആ ചുമ, അതേപോലെ ഈ തേനിൽ പനിനീർ ഓയിൽ ചേർത്ത് അത് ചൂടോടെ കുടിച്ചാൽ വിഷകീടങ്ങൾ, ഇങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും. തേൻ വെള്ളം ചേർത്ത് കഴിക്കുന്നത് ഒരുപാട് വിഷങ്ങൾക്ക് പരിഹാരമാണ്. പച്ചമാംസം തേൻ പുരട്ടി വെച്ചാൽ 3 മാസക്കാലം അത് കേടുവരില്ല. തേനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പച്ചക്കറികളിലും മറ്റൊക്കെ കേടുവരാതിരിക്കാൻ അങ്ങനെ പ്രയോഗിക്കാറുണ്ട് പലരും. അതേപോലെ തന്നെ ഈ പഴവർഗ്ഗങ്ങളിലൊക്കെ തേൻ പുരട്ടി വെച്ചാൽ 6 മാസക്കാലം അത് കേടുവരാതെ നിൽക്കും. ഈ പേനുള്ള ശരീരത്തിലോ മുടിയിലോ ഈ തേൻ പുരട്ടിയാൽ പേനും അതിൻ്റെ മുട്ടകളൊക്കെ നശിക്കും. മുടി അത് സമൃദ്ധമാക്കുകയും ചെയ്യും. മുടിക്ക് നല്ല ഭംഗിയുണ്ടാകാൻ കാരണമാകും. തേൻ കൊണ്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനെല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചില അമലുകൾ, ചില മഹാന്മാരൊക്കെ പറഞ്ഞ ചില അമലുകൾ ഇതിനോട് ചേർത്തിയിട്ട് പറയാം. പ്രത്യേകിച്ച് ഈ വയറ് സംബന്ധമായ വിഷയങ്ങൾ, അതേപോലെ തന്നെ കരളുമായി ബന്ധപ്പെട്ടത്, കിഡ്നിയുമായി ബന്ധപ്പെട്ടത്, ഇതിനൊക്കെ തേന് ഏറെ ഫലപ്രദമാണ്. ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ പിത്ത പ്രകൃതക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ തേനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഈ തേൻ സേവിക്കുക, തേൻ ഉപയോഗിക്കുക, അത് നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകും. ഈ തേനിൽ ഉപ്പ് ചേർത്തിയിട്ട് സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയുടെ നാവിൻ്റെ താഴ്ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംസാരശേഷി ലഭിക്കുകയും സ്ഫുടമായി സംസാരിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ വിക്കുള്ള ആളുകൾ, കൃത്യമായി ക്ലിയർ ഇല്ലാത്ത സംസാരമുള്ള ആളുകൾ, ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എൻ്റെ മോൾ അങ്ങനെയാണ്, എൻ്റെ മോൻ അങ്ങനെയാണ്, സംസാരിക്കുന്നത് തിരിയുന്നില്ല, ടീച്ചേഴ്സ് പറയുന്നു, ഉസ്താദുമാർ പറയുന്നു എന്നൊക്കെ പറയും. നമ്മുടെ മക്കൾക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക, തേനിൽ ഉപ്പ് ചേർത്തിട്ട് കൊടുത്താലും. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ 2-3 സ്പൂണ്, 1-2 സ്പൂണോ ചെറുനാരങ്ങ നീരും 2-3 സ്പൂണ് തേനും ചേർത്തിയിട്ട്, അപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ 1-2 സ്പൂണ് ചെറുനാരങ്ങ നീര്, 2-3 സ്പൂണ് തേനും ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് ഈ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറ്റി വീഴുന്നതും, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും മൂത്രം ഉറ്റി വീഴുന്നതൊക്കെ സുഖപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശുദ്ധമായ തേന്, അതൊരു ഒരു ന്യൂസിലൊക്കെ വന്നൊരു വിഷയം കൂടിയാണ്. ഈ ശുദ്ധമായ തേന് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് കാണാം. ഈ ഏതോ ഒരാൾ ഒരു എഴുത്തിൽ വായിച്ചത് ടൈഫോയിഡിൻ്റെ അണുക്കൾ 48 മണിക്കൂറിന് ശേഷം നശിക്കുന്നതായിട്ട് കണ്ടെത്തിയ ഒരു വിഷയം മുമ്പ് എഴുതുകയുണ്ടായി. ഞാനത് എൻ്റെ വായനയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നല്ല പവർഫുള്ളാണ് ഈ തേനുമായി ബന്ധപ്പെട്ടത്. ഈ വയറിളക്കത്തിനൊക്കെ തേൻ കുടിക്കുന്നത് കൂടുതൽ ഫലം ചെയ്യും. ഒരു ദിവസം 3-5 പ്രാവശ്യം കുടിച്ചാൽ വയറിളക്കമുള്ള ആ വ്യക്തിയെ പറ്റി പറഞ്ഞപ്പോൾ അയാളെ തേൻ കുടിപ്പിക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തത്. അപ്പോൾ തേനുമായി ബന്ധപ്പെട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക്, ഹൃദയത്തിലെ ബ്ലോക്കുള്ള ആളുകൾക്ക് ഈ തേനും ചെറിയ ഉള്ളിനീര് അത് സമമെടുത്ത് ചേർത്തിയിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ ഹൃദയരോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ, വന്ന ബ്ലോക്കുകളെ ശമിപ്പിക്കാനും ഈ ഒരു മിശ്രിതം സഹായിക്കും എന്നുള്ളതാണ്. അതെങ്ങനെ തേനും ചെറിയ ഉള്ളിനീരും സമമെടുത്ത് ചേർത്തി വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ്. അത് ഹൃദ്രോഗങ്ങൾ, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഒരുവിധം പരിഹാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.